ചേച്ചി, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ വോട്ടിടാൻ പോയ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു, കോൺഗ്രസ് പാർട്ടിയിൽ പാർട്ടിക്കാർ സ്ത്രീലമ്പടന്മാരാണ്, സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്നൊക്കെ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതിനുശേഷം ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. LDFന് വലിയൊരു തിരിച്ചടി സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു തിരിച്ചടി, ജനങ്ങൾ തിരിച്ചടിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത വലിയൊരു പരാജയം സംഭവിച്ചപ്പോൾ MM മണി പറഞ്ഞത് ജനങ്ങൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയിട്ട് നന്ദികേട് കാണിച്ചു എന്നാണ് പറഞ്ഞത്. ചേച്ചി, ഇതിൻ്റെ അകത്ത് എന്ത് നന്ദികേടാണ്? ഈ പറയുന്നത് പോലെ AKG സെന്ററിൽ നിന്ന് എടുത്തു കൊടുത്ത കാശല്ല ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതോ കേരളത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയും AKG സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ DYFO SFIO പിരിച്ചെടുത്ത പണമോ അല്ല കേരളത്തിലെ പൊതുജനത്തിന് നൽകുന്നത്. നികുതി പണം, നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നികുതി പണമാണ് പെൻഷനായും മറ്റ് ആനുകൂല്യങ്ങളായും നൽകുന്നത്. പിന്നെ ചേച്ചി, ഇവര് മന്ത്രിയായിരിക്കും, അതിപ്പോ ഏത് രാഷ്ട്രീയ കക്ഷികളാവട്ടെ, അവർ മന്ത്രിയായിരിക്കുമ്പോൾ പോലും നമ്മുടെ നികുതി പണം എടുത്താണ് അവർ ചെലവാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പരാജയം സംഭവിക്കുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അതവിടെ നിൽക്കട്ടെ. അടുത്ത് ബിനീഷ് കോടിയേരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു തരാം. ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം നാളെയും മുടങ്ങില്ല. ആർക്കെങ്കിലും രക്തം നൽകാനുണ്ടെങ്കിൽ നാളെയും അത് കൃത്യമായി നൽകും. കുടിവെള്ളം നൽകുന്നിടത്ത് നാളെയും സഖാക്കൾ അത് കൃത്യമായി ചെയ്യും. ആർക്കെങ്കിലും ഒരു സഹായം നാളത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖാക്കൾ കൃത്യമായി തന്നെ എത്തും. കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കുന്നത് വെറും പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, അത് ജനങ്ങളോടുള്ള നിരന്തരമായ ഇടപെടലുകളാണ്. നിലയ്ക്കാതെ അത് തുടരും. ഒരു ഇലക്ഷൻ ജയപരാജയങ്ങളും അതിനെ ബാധിക്കില്ല. ഇവര് പറയുന്നു ജയപരാജയങ്ങൾ അവയെ ബാധിക്കില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ അല്പത്തരം എന്നാണ് പറയേണ്ടത്. പണ്ട് പറയില്ലേ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയും. അതെന്താണ്? നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നാടുനീളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്യാൻ പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ. അത് രക്തം വിൽക്കാൻ പോയതല്ല, രക്തദാനം തന്നെയാണ്. അത് കൃത്യമായ ഇടവേളകളിൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. ഇതുപോലെ എത്ര ആൾക്കാരാണ് രക്തദാനം ചെയ്യുന്നത്. പിന്നെ ഇവര് പൊതിച്ചോറ് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് അല്ല ചേച്ചി, ഇവരെ ഏറ്റവും കൂടുതൽ പറയുന്നത് കണ്ടിട്ടില്ലേ, നമ്മൾ ഏത് ചർച്ച എടുത്താലും പറയുന്നത് പൊതിച്ചോറിന്റെ രാഷ്ട്രീയം എന്ന് പോലും ഇവർ പറയുന്നുണ്ട്. അതല്ല അതിലൊരു കാര്യം. ശരി, ഇപ്പൊ ഈ ഹോസ്പിറ്റലില് ഇപ്പോൾ ചോറ് കൊണ്ടുവരാനൊന്നും ആളുണ്ടാവില്ല. ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് ആ ഹോസ്പിറ്റലിൽ നിൽക്കുക എന്ന സർക്കാർ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നവരുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ഒരു പൊതിച്ചോറ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞാനും വാങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ അവിടെ ഒരാവശ്യത്തിനുണ്ടായിരുന്ന സമയത്ത് ഈ പൊതിച്ചോറ് ഞാനും വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അത് ഈ AKG സെന്ററിലെ ഫണ്ട് ഉപയോഗിച്ച് ഇവര് കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നതാണോ? അല്ല. ഓരോ വീടുകളിൽ നിന്നും അവരുണ്ടാക്കുന്നതിൽ നിന്നും ഒരു പൊതി അല്ലെങ്കിൽ 1-2 പൊതികൾ അവർ പൊതിഞ്ഞു കൊടുക്കുന്നതാണ്. ഒരുപാട് ആൾക്കാരാണ് അത് കൊടുക്കുന്നത്. അതിനെ ഈ CPM ഇവരുടെ അല്ലെ, ഇപ്പൊ അത് വാങ്ങി കഴിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉൾപ്പെടെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ഇതിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതൊരു അല്പത്തരമാണ്. വാങ്ങി കഴിക്കേണ്ടിയില്ലായിരുന്നു എന്ന് കഴിച്ച പലർക്കും തോന്നുന്നു. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് ആ പൊതിച്ചോറ് തന്നത് നിങ്ങളത് ഓട്ടായിട്ട് തരണം. ഞാൻ പറയുന്നു, ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നു അവരുടെ അല്പത്തരം. അവർ വോട്ടിന് വേണ്ടി തന്നെയാണ് രക്തദാനം ചെയ്തിട്ടുള്ളതും ഈ പൊതിച്ചോറ് കൊടുത്തിട്ടുള്ളതും എല്ലാം അവർ വോട്ടിന് വേണ്ടി തന്നെയാണ്. പെൻഷൻ പിടിച്ചു വെച്ച് കുറെ നാൾ തടഞ്ഞു വെച്ചിട്ട് ഇലക്ഷന് തൊട്ട് മുന്നേ ഒരു 10-100 കൂടുതൽ ആക്കി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ കുറെ പൈസ ഒന്നിച്ച് കിട്ടി എന്ന് പറഞ്ഞ ആ സന്തോഷത്തില് വോട്ട് കൊണ്ടുകൊടുക്കും. അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അല്ലേ ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്, ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇട്ടപ്പോ അവിടെ മോദി ജയിച്ചു, അല്ലെങ്കിൽ അവിടെ NDA ജയിക്കുകയുണ്ടായി. അപ്പൊ അതേ രീതിയിൽ ബീഹാറിലെ ജനങ്ങളെ മോദി പറ്റിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങളെയും പറ്റിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. അതെ, പക്ഷെ ഇവിടെ ഉള്ളവരെ കുറെ കാലം പറ്റിക്കാൻ പറ്റില്ല. കുറച്ചു കാലമൊക്കെ ഇവർ പറ്റിച്ചു നല്ല രീതിയിൽ. പക്ഷെ ഇനി അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് ബോധം വന്നു തുടങ്ങി. ഇതൊരു ഭരണവിരുദ്ധ വികാരമായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്ന് ഇവർക്ക് സമ്മതിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? കാരണം ഒരിക്കലും പൊതുവെ ഇങ്ങനെയുള്ള മറ്റ് സംസ്ഥാന സർക്കാരിന്റെ ഭരണമൊന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല സാധാരണഗതിയിൽ. കാരണം പ്രാദേശികമായുള്ള ആൾക്കാരാണ് മത്സരിക്കുന്നത്. ആ ആൾക്കാരെ അറിയുന്നത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരാണ്. ഇവർ തമ്മിലുള്ള ബന്ധവും അവരവരുടെ പ്രാദേശികമായി ഇടപെടുന്നതും വെച്ചിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത്. പിന്നെ ഈ എപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് മുൻതൂക്കം വരുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എവിടെ മരണം, കല്യാണം, ഇങ്ങനെയുള്ള സകല ചടങ്ങുകളിലും
ഡിവൈഎഫ്ഐക്കാർ പങ്കെടുക്കും. ആ പ്രാദേശികമായുള്ള CPM നേതാക്കന്മാരും ഡിവൈഎഫ്ഐക്കാരും അവരതിന് വേണ്ടിയിട്ട് അത് ഇല്ല എന്ന് പറയുന്നില്ല, എല്ലായിടത്തും അവരെത്തും. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലായാൽ പോലും ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ പങ്കെടുക്കുന്ന പൊതുപ്രവർത്തകർ എന്ന് പറയാൻ ഡിവൈഎഫ്ഐക്കാർ മാത്രമേ ഉള്ളൂ. അത് സമ്മതിച്ചു. അപ്പോൾ ഇവർ ഇവിടെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണ് എന്ന ഒരു കാര്യമല്ലേ പറയുന്നത്. എന്ത് ചെയ്യുന്നതും വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് മാത്രമാണ്. അത് ഈ മുഖ്യമന്ത്രിയുടെ ഈ അടുത്ത കാലത്തെ ചില പ്രഖ്യാപനങ്ങളും ചില പ്രസ്താവനകളും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തിയില്ലേ. ജമാഅത്തെ ഇസ്ലാമി UDF-നോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് കൊതിക്കറിവ് പറയുകയാണ്. പണ്ട് പരസ്യമായി തന്നെ അവരോടൊപ്പം നിന്നിട്ടുള്ളതും അവരുടെ വോട്ട് സ്വീകരിച്ചിട്ടുള്ളതും അവരുടെ വോട്ട് കിട്ടിയതിന് നന്ദി പറഞ്ഞിട്ടുള്ള അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്തോ വലിയ തീവ്രവാദ സംഘടനയാണെന്നും അവർ LDF-നൊപ്പം നിൽക്കുന്നു എന്നും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അല്പത്തരത്തിന്റെ മൂർത്തിഭാവങ്ങളാണ് ഈ LDF-കാരെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ ബിനീഷ് കോടിയേരിയുടെ ഈ പോസ്റ്റിന് താഴെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഓരോന്നും പറഞ്ഞ് പൊതിച്ചോറ് മുടങ്ങില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്റിന് എതിരെ, അതായത് നല്ല രീതിയിൽ ട്രോളിക്കൊണ്ട് നല്ല ട്രോളുകൾ ഇവിടെ വരുന്നുണ്ട്. അല്ല ചേച്ചി, ഇപ്പോ MM മണി പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് തനത് ശൈലി എന്നാണ്. അതെ, അത് അവരെന്ത് പറഞ്ഞാലും അത് തനത് ശൈലിയാണ്. മറിച്ച് പ്രതിപക്ഷത്തുള്ളവർ എന്ത് പറഞ്ഞാലും അത് പൊറുക്കാനാവാത്ത കുറ്റവുമാണ്. അല്ല ചേച്ചി, ഇപ്പൊ ഞാൻ പറയാം, ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന സമയത്താണ് അടൂർ പ്രകാശ് അതിജീവിതയുടെ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. അത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, കോൺഗ്രസ് ഒരു അവസരം LDF-ന് ഇട്ടുകൊടുത്തതാണ് എന്ന് പല മാധ്യമങ്ങളും പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നു. തന്റെ ശവപ്പെട്ടിൽ ആദ്യ ആണി അടൂർ പ്രകാശ് അടിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സണ്ണി ജോസഫിന് കിട്ടിയ പരാതിയുടെ വിഷയത്തിൽ സണ്ണി ജോസഫ് തന്റെ സംശയങ്ങൾ വീണ്ടും പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ കേരളം പറഞ്ഞു അടുത്ത ആണി സണ്ണി ജോസഫ് അടിച്ചു, ഇത് രണ്ടും വലിയ തിരിച്ചടിയാകും എന്ന് പറഞ്ഞെടുത്ത് മുഖ്യമന്ത്രി വന്നു സ്ത്രീ ലംബടന്മാർ എന്ന് പറഞ്ഞപ്പോ പോലും അത് തങ്ങൾക്ക് അടിച്ച ആണിയാണെന്ന് രാഷ്ട്രീയ കേരളം പറഞ്ഞില്ല. അല്ല, എത്ര ബോധ്യം മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു. ആ ഒരു സാമാന്യ ബോധമുണ്ടോ? ഇങ്ങനൊരു പരാതി വന്നപ്പോൾ ആദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്ത ആ ഒരു തീരുമാനം, അതിനെക്കുറിച്ചെങ്കിലും ഒരു സാമാന്യ ബോധം ഉണ്ടെങ്കിൽ കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാരെന്ന് ഈ മനുഷ്യന് പറയാൻ കഴിയുമായിരുന്നു. സ്ത്രീ ലംബടന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഭരിക്കുന്നുണ്ട് ഇല്ലേ? ഇവിടെ MLA-മാരെ ഇരിക്കുന്നുണ്ട് സ്ത്രീ ലംബടന്മാർ. ഈ നേരത്തെ തന്നെ ഈ സ്ത്രീ ലംബടന്മാരുടെ കഥകൾ ഇവിടെ പാണന്മാർ പാടി നടക്കുന്നത് പോലെ ഇവിടെ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും പറയുന്നു കോൺഗ്രസ്സുകാരാണ് സ്ത്രീ ലംബടന്മാരാണ്. ഒരു സ്ത്രീ വിഷയം വന്നപ്പോൾ കൃത്യമായി നടപടിയെടുത്തു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത പരാതി കൂടെ വന്നു, കൃത്യമായി തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മാതൃകാപരമായി തന്നെയാണ് കോൺഗ്രസ് പെരുമാറുന്നത്. ആ കോൺഗ്രസിനെ കുറിച്ചാണ് പറയുന്നത് സ്ത്രീ ലംബടന്മാർ. ഇവര് തീവ്രത അളന്ന് മാത്രം നടപടി എടുക്കാനിരിക്കുന്നവരാണ് ഈ കുറ്റം പറയുന്നത്. അളന്നവരൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. അതെല്ലാം പോട്ടെ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ ഇപ്പൊ കണ്ണൂരിൽ ഉൾപ്പെടെ CPM-ന്റെ പല വോട്ടുകളും BJP പിടിച്ചെടുത്തു. വടിവാളും കൊണ്ട് നടക്കുന്നതാരാ? UDF-കാരോ BJP-കാരോ RSS-കാരോ ഒന്നും അല്ല, ചെങ്കൊടി ഏന്തിയ സഖാക്കന്മാരാണ് വടിവാളുമായിട്ട് വീട് കയറി ആക്രമണത്തിന് നടക്കുന്നത്. ഇത് ഈ കേരളം മുഴുവൻ കാണുന്നുണ്ട്. അല്ല, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവരെ തോറ്റു എന്ന് മനസ്സിലാക്കിക്കാനാണ് ഇനി ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതെ, അവരത് അംഗീകരിക്കില്ല തോറ്റു എന്നുള്ളത്. ഇനിയിപ്പോ അംഗീകരിക്കാത്ത ശൈലജ ടീച്ചർ പോലും ഇതുവരെ അവിടെ വടകരയിൽ തോറ്റിട്ടില്ല. അപ്പോഴാ ഇനി ബാക്കിയുള്ളവർ. അപ്പൊ ഇതൊക്കെ ഇവർ അംഗീകരിക്കില്ല. അതൊരു വാസ്തവമാണ് ചേച്ചി. അങ്ങനെ പറയുമ്പോ പോലും തോറ്റതിന്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, എന്ത് അക്രമ രാഷ്ട്രീയം നടത്താനാണ്? എന്തോ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കും കാണിക്കാവുന്ന ആ ഒരു ദൃശ്യത്തിന് ഈ പിണറായി വിജയനും MV ഗോവിന്ദനും മറുപടി പറഞ്ഞേ മതിയാവൂ. ഇപ്പൊ ഈ പറയുമ്പോൾ MV ഗോവിന്ദനെ മടിയിലിട്ട് പേരിട്ടു എന്ന് സഖാക്കന്മാര് വന്ന് പറയും. പേരിട്ടിരിക്കുന്നത് വിളിക്കാൻ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രണ്ടുപേരും ഇതിന് മറുപടി പറയണം. കാരണം ചെങ്കൊടി ഏന്തിയ സഖാക്കന്മാരാണ് വടിവാളുമായി തെരുവിലിറങ്ങി ഈ തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും കാണുന്നുണ്ട്. പണ്ട് കാലത്ത് ഇതൊക്കെ അവിടെ ഉള്ളവർ മാത്രം കണ്ടു പോവുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരുടെ കയ്യിലും ഫോണും ഉണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് എല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട്. അല്ല, ചേച്ചി ഒരു കാര്യമുണ്ട്, അവര് മറുപടി പറയണം എന്ന് പറഞ്ഞില്ലേ? വിവരങ്ങൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ, സമയം കൊടുക്കൂ. അത് ശരി, സഭയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് പോലും വിവരങ്ങൾ ശേഖരിക്കുന്നവരാണ് ഇനിയിപ്പോ ഇതിന് മറുപടി പറയാൻ പോകുന്നത്. അതും വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരെയും ഇവർ ഈ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്.